ത്രികോണമധ്യേ ചതുർഭുജ വടിവിൽ The next day. ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി, ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറി. ഇപ്പൊ ഓരോ സ്ഥലത്ത് അച്ഛനും അനിയനും ആണെങ്കിൽ ചേട്ടനെ ഇട്ടടിക്കുക, ചേട്ടനും അച്ഛനും ഇട്ട് അനിയന്റെ ഇട്ടടിക്കുക. ഇതാണിപ്പോ ഇവിടെ നടക്കുന്നത്, മനസ്സിലായ? എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എൻ്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാൻ അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളും കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോൾ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും. ഞാൻ പക്ഷെ അങ്ങനെയല്ലോ കേട്ടേ. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കണം. നമുക്കാണെങ്കിൽ ഒരു ഫോർച്യൂൺ റോങ് ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കണം. നമ്പ അവിടെ പോയിരിക്കാണ്. ഗൈസ്, ഇതാണ് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റിയ. അപ്പൊ ഗൈസ്, നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അവനൊരു സ്ക്രിപ്റ്റ് ഒളിപ്പിക്കാൻ മറ്റേ ഫോർച്യൂൺ റോമാകാൻ വേണ്ടി ഗൈസ്. അപ്പം എന്താ ബട്ട് പ്ലാൻ ഫെയിലായി ഗൈസ്, പ്ലാൻ ഫെയിലായി. അവിടെ വെച്ച് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യോടാ, സ്റ്റോപ്പ് അയക്കോ, സ്റ്റോപ്പ് അയക്കോ, ഇവിടെ വെച്ച് സ്റ്റോപ്പ് അയക്കോ. അച്ഛൻ കാളാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്ത ഈട്ട് ബീജം അവനാണെങ്കിൽ ഇൻസ്റ്റയിൽ മാത്രമേ ഇട്ടുള്ളൂ, യൂട്യൂബിലിട്ടാ മനക്കിത്തില്ല. ബുദ്ധി ഉണ്ട്. ആളെയൊക്കെ വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളോ ഇതെവിടെ കേട്ടത്? ഒരു തമ്പികളായ പുരുഷന്മാരെ ഗുണ്ടകൾ എന്ന് വിളിക്കുന്നു. എന്നാൽ അതേ കാറ്റഗറിയിൽപ്പെട്ട സ്ത്രീകളെ എന്തുകൊണ്ട് ഗുണ്ടികൾ എന്ന് വിളിക്കുന്നില്ല? അപ്പൊ ഗൈസ്, എല്ലാവർക്കും ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്. നിങ്ങൾ ഇന്നലെ കണ്ടന്റ് വരാൻ വന്നിട്ട് കണ്ടന്റ് പറഞ്ഞതിന്, അതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു കണ്ടന്റ് കിട്ടിയതായപ്പോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ഉമ്മ, ബൈ ബൈ, ലവ് യു ഉമ്മ.